നെവിന് വാണിംഗ് കൊടുത്ത് ബിഗ് ബോസ് കട്ടകലിപ്പിൽ ബിഗ് ബോസ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത് വേറെ ഒന്നല്ല. ഞാൻ അടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടി അപ്പം നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് ഇറങ്ങാം. ഇന്ന് അനുമോള് ബിഗ് ബോസിനെതിരെയും ലാലട്ടനെതിരെയും നല്ല കൊട്ട് കൊടുത്തിട്ടുണ്ട്. ജയിൽ നോമിനേഷനിൽ നെവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നത് അതൊക്കെ സത്യസന്ധമായ കാര്യമാണ്, നമുക്ക് മനസ്സിലായതാണ്. നെവിനെ ലാലട്ടനോ ബിഗ് ബോസ് ഒന്നും പറയുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബിഗ് ബോസിന് കൊണ്ടിട്ടുണ്ട്. അപ്പം നെവിൻ അവിടെ കിടന്ന് ഉറങ്ങുവാണ്. അപ്പോൾ നെവിനോട് പറയുന്നുണ്ട്, നെവിൻ ഇതെന്താണ് ഇവിടെ, കുട്ടിക്കളിയാണോ? ഇത് കുട്ടിക്കളിക്കാൻ ഉള്ള വേദിയല്ല. നിങ്ങളോട് പല പ്രാവശ്യം ഉറങ്ങരുത് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കും എന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നത്, ഇനി നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല, ഇത് കുട്ടിക്കളി കളിക്കാനുള്ളതല്ല. നിങ്ങൾക്ക് ആർക്കും ഇവിടെ പക്ഷാപാതം ഇല്ല. തേങ്ങയാണ് പക്ഷാപാതം ഇല്ലെന്ന് ആരോടായി പറയുന്നത്? നമ്മൾ തന്നെ അരിയാഹാരം കഴിക്കുന്നതല്ലേ. ഇത് ചെറുതായിട്ട് അനുമോള് കൊടുത്തത് കൊണ്ടിട്ടുണ്ട് ബിഗ് ബോസിന്. ഈ കൊണ്ട പ്രകാരം ഇനി ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ നെവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പണി കിട്ടും എന്ന് പറയും. എന്താ വെച്ചാൽ പുറത്തേക്ക് ഇത് പോയിട്ടുണ്ട്. അപ്പോൾ ആളുകൾ ഇത് കുറേ പേര് കണ്ടിട്ടുണ്ട്, ലൈവിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ട്. ഇനി ഇത് എപ്പിസോഡിൽ വരുമ്പോൾ ചിലപ്പോൾ അത് കട്ടാക്കും സാധ്യതയുണ്ട്. എന്നിരുന്നാലും അനുമോള് പറഞ്ഞത് ബിഗ് ബോസിന് കൊണ്ടിട്ടുണ്ട്, നല്ല പോലെ കൊണ്ടിട്ടുണ്ട്. ഈ ഒരു സംഭവം അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് തന്നെ അതിലൊരു നോട്ട് ദ പോയിന്റ് ഒരു കാര്യമുണ്ട്. എന്നാന്ന് വെച്ചാൽ അപ്പോൾ തന്നെ പറയുന്നുണ്ട്, ഇവിടെ ആരോടും പക്ഷാപാതം ഇല്ല. പക്ഷാപാതം ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ പൊട്ടന്മാരാണ്. ആര്യനോടും ജിസേലിനോടും അക്ബറോടും ഒക്കെ പക്ഷാപാതം ഉണ്ടായിരുന്നു. ഇപ്പം ജിസേൽ ഔട്ടായി. ഇപ്പം നെവിനോടും ആര്യനോടും അക്ബറോടും പക്ഷാപാതം ഉണ്ട്. അവർക്ക് പൊന്നോമനയാളാണ് ബിഗ് ബോസിലെ. ഇത് അനുമോള് പറഞ്ഞത് നമ്മളെല്ലാം പറയാൻ വെച്ച കാര്യങ്ങൾ തന്നെയാണ്. ഇത് ബിഗ് ബോസിന് ശരിക്കും കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം നെവിന് ഇത്രയും പ്രശ്നങ്ങൾ നെവിനോടെ കാട്ടിക്കൂട്ടി, ഫുഡിനായാലും എല്ലാത്തിനാണേലും ഇത്രയും പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കി ചെയ്തിട്ടും ലാലട്ടനോ ബിഗ് ബോസ് ഒന്നും മിണ്ടിയില്ല. ഇപ്പം അനുമോള് പറഞ്ഞപ്പം ബിഗ് ബോസിന് മനസ്സിലായി അവിടെ നിൽക്കുന്നവരായാലും പൊട്ടന്മാരും പൊട്ടികളൊന്നും അല്ലല്ലോ. അപ്പോൾ ബിഗ് ബോസിന് മനസ്സിലായി ഇനി നെവിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഞാൻ പണി കിട്ടും. ആളുകൾ ഇത് കാണുന്നുണ്ട്, ലൈവ് കണ്ട ഒരുപാട് പേരുണ്ടല്ലോ, അവർ കാണുന്നുണ്ട്. അപ്പം നമ്മൾ എല്ലാവർക്കും ഒരുപോലെയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒരു ചെറിയൊരു നെവിനൊരു വാണിംഗ് കൊടുത്തതായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പോൾ എൻ്റെ കൊച്ചുകൂടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമാക്കി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ.